കൊണ്ട് കടം വരച്ച് കാത്തിരുന്നോള്. ഇതിപ്പത്തെ ആ ട്രെൻഡിങ് സോങ് അല്ലേ? നല്ല എല്ലാവരും ഫാമിലി എല്ലാവരും കൂടി മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളും ഒക്കെ മുറിച്ചിട്ട് ഒരു ഇലയിൽ മുറിച്ചിട്ട് അതിലിങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് അത് നല്ലൊരു ഇപ്പത്തെ ട്രെൻഡാണ്. ആക്ച്വലി അതൊക്കെ നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അതേപോലെ തന്നെയാണല്ലോ നമ്മുടെ മറ്റേ മാങ്ങ ഫുള്ള് മറ്റേ തുണിയിൽ കെട്ടി മുളകും സാധനവും ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ട്രെൻഡ്. എന്തൊക്കെ ട്രെൻഡല്ലേ ഇപ്പൊ. ബൺമസ്കി ഇറാനി ചായ എത്ര സ്റ്റാളാണ്. ബീച്ചിലായാലും ഇവിടെ എത്ര സ്റ്റാൾ. ഇറാനി ചായക്ക് എപ്പെങ്ങാനും ഉണ്ടായതാണ് അതൊക്കെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് പറയാം നമ്മളെ കൂന്തൽ നേർച്ചയില്ലേനോ കോഴിക്കോട് ബീച്ചിലുള്ള എമ്മാരി വരിയനോ തിന്നാൻ വേണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ കൂന്തൽ ഉണ്ടായ ഒന്ന് മുതലേ നിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് എല്ലാവരും ഫുൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ട് നടക്കാൻ തുടങ്ങിയത്. അതേപോലെ തന്നെയല്ലേ നമ്മുടെ നെട്ടിക്കൽ ബിരിയാണി ചേട്ടൻ. ആ ചേട്ടൻ എന്ന് തൊട്ടോ തുടങ്ങിയ നെട്ടിക്കലാണ് അത്. മീൻസ് അങ്ങനെയാണ് ആ പുള്ളിക്കാരൻ ഇടുന്നത്. ഏതോ ഒരു ഇൻഫ്ലുവൻസർ പോയിട്ട് ക്യാമറ എടുത്ത് അതൊന്ന് ഫൂട്ടേജ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോ അത് വൈറൽ ട്രെൻഡായി. അങ്ങനെ അതുപോലെ ഈഫ ചിക്കൻ, ഇൻഫ്യൂസ് ചിക്കൻ, ചിക്കൻ പൊട്ടിത്തെറിച്ച എന്തൊക്കെ തരം. പക്ഷെ എന്താണെന്നറിയോ, ഇതുകൊണ്ടൊരു ഉപകാരമുണ്ട്. ഇപ്പൊ ട്രെൻഡിങ് ആവുന്നതിലൂടെ ഇത് കഴിക്കണം എന്ന് ആഗ്രഹിച്ചവര് അല്ലെങ്കിൽ പണ്ട് ഇതിനെ പറ്റി ഇപ്പൊ ഞാൻ ചില ഐറ്റംസ് ഒന്നും ഞാൻ ചെറുപ്പത്തിലൊന്നും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ മറ്റേ ഇതുണ്ടല്ലോ കുഞ്ഞിപ്പത്തൽ, അതൊന്നും ഞാൻ ചെറുപ്പത്തിൽ പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അത് ശരിക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നത്. അതൊരു ട്രെൻഡിങ് ആവുമ്പോൾ